വരുന്നുണ്ട് ദരിദ്രവാസി. വരുന്ന വരവ് കണ്ടില്ലേ, ഓടിക്കൊഴഞ്ഞ്. ഇന്ന് ഇവനെ ഞാൻ അതൊക്കെ പിന്നെ പറയാം. ശംഭു, നീ കാറെടുക്ക. ശംഭുവല്ല, ഇവനെ ശുംഭനെ വിളിക്കേണ്ടത്. ശുംഭൻ, അതുകൊള്ളാം മുതലാളി. എടോ, താൻ കാറെടുക്കടോ. ആ നിലനില്ലേ കയ്യിൽ കൊടുത്തോണ്ടാണ് എയർപോർട്ടിൽ പോകുന്നേ. എവിടെയാണ് യൂണിഫോം? അത് 1.5 വർഷത്തെ നിരന്തരമായ ഉപയോഗം മൂലം യൂണിഫോം എന്ന് പറയുന്ന ആ സാധനം ഛിന്ന ഭിന്നമായി പോയ കാര്യം ഞാൻ മുതലാളിയെ നേരത്തെ ഉണർത്തിച്ചിരുന്നു. അത് എന്ന് വെച്ചേ എന്റെ മുൻ അമേരിക്കയിലാണ് വരുന്നത്. അവന്റെ ഡ്രൈവർ കയ്യിലെടുത്തോണ്ട് പോയാൽ അതിനെ കുറച്ച് ആർക്കാടാ? മുതലാളിക്ക് അല്ല, അവന്, എന്റെ മോന്. അത് ഞാൻ സമ്മതിക്കില്ല. മതിന്നെ, നീ കാറെടുക്ക. ആ കയ്യിലേക്ക് മാറ്റി. അപ്പുറത്ത് പോയി മാറ. ഞാനാ ഒരുത്തൻ. ഇവനെ ഞാൻ വെച്ചിരിക്കില്ല. അധിക പ്രസംഗി. അല്പം ഇറക്കം കുറവാ. ആ സാരല്ല, ഇത് ചുരുങ്ങിപ്പോയി. ഇറക്കൽപ്പം കുറഞ്ഞാലും നന്നായിരിക്കും. ഇതൊക്കെ മതി. ആ പിന്നെ എയർപോർട്ടിൽ മോൻ കാറിന്റെ അടുത്ത് വന്നാൽ ഉടനെ നീ സല്യൂട്ട് ചെയ്തേക്കണം. അതെങ്ങനെ? ഇങ്ങനെ. ആ വണ്ടി എടുക്കണോ? ഇത് നമ്മുടെ പ്ലെയിനാണെന്ന് തോന്നുന്നു. എനിക്കറിയാം, നീ അവിടെ പോയിരിക്കും. ആ പിന്നെ സല്യൂട്ട് ചെയ്യാൻ മറക്കണ്ട. എന്നെ പഠിപ്പിക്കാൻ പറ്റും. Hello. Please, ma'am, please don't touch me. This is not the place to show all these cheap sentiments. നമ്മുടെ ഡ്രൈവറാ. അറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ശംഭു. എനിക്ക് ഓർമ്മയില്ല. വെൽ, സ്റ്റേറ്റ്സിൽ VIP റിസീവ് ചെയ്യുന്ന ഇങ്ങനെയല്ല. ഞാൻ കാണിച്ചു തരാം. Stretch your hands like this. Keep your head down. I'm sorry. Okay. നമ്മുടെ കാർ എവിടെ? പുറത്തുണ്ട്. എടുത്തണം. ഇതാ മോൻ, ഇത് തന്നെ. നോൺസെൻസ്. ഈ ചക്ര വണ്ടി മാറ്റണമെന്ന് ഞാൻ എഴുതിയിരുന്നില്ല. ക്ഷമിച്ചു മോൻ, പുതിയ കാരണം ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കൾച്ചറലെസ് പീപ്പിൾ. ഓക്കെ, നമുക്ക് മുന്നിൽ കയറാം. മോൻ സുഖമായി ബാക്കിൽ ഇരുന്നോട്ടെ. ചെല്ലേ ഡ്രൈവർ. ഡോർ തുറന്നു തരാൻ ഞാൻ പറഞ്ഞു തരണോ? ഞാൻ ഈ അമേരിക്കയിൽ പോയിട്ടില്ലാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ. വെയിറ്റ്. ആദ്യം കാറിലേക്ക് എന്നെ ആനയിക്കൂ. അല്ല, അത് ഞാൻ പറഞ്ഞു തന്നില്ലേ? സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ്. കീപ് യുവർ ഹെഡ് ഡൗൺ. അമേരിക്ക സ്റ്റൈലുള്ള മനുഷ്യനായാൽ എന്തിനും ഒരു സാവകാശമൊക്കെ വേണ്ടേ? 1000 മൈൽ അകലേന്ന് യാത്ര ചെയ്ത് വന്ന കൊച്ചന് ഒന്ന് വിശ്രമിക്കാൻ സമയമെങ്കിലും കൊടുക്കണം. ഒരു തീരുമാനം അറിഞ്ഞിട്ട് വിശ്രമിക്കട്ടെ എന്ന് കരുതി. തീരുമാനം അറിഞ്ഞല്ലോ. പെണ്ണ് കെട്ടാൻ മനസ്സിലെന്ന് അവൻ പറഞ്ഞില്ലേ. ഇനി എന്തോ ചെയ്യും? കൃഷ്ണക്കുറുപ്പിന് വാക്ക് കൊടുക്കുന്നതിന് മുമ്പേ മോനോടൊന്ന് ചോദിക്കണമെന്ന് അന്നേ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞത്. ആലോചിച്ചോണ്ടിരുന്നാലേ കുറുപ്പിന്റെ മോളെ വേറെ ആമ്പിള്ളേര് കെട്ടും. കൃഷ്ണക്കുറുപ്പ് ലക്ഷപ്രഭുവാ. മോനങ്ങ് അമേരിക്കയിൽ പഠിക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞപ്പോഴാ അല്പം താല്പര്യം കാണിച്ചത്. മേനോൻ ചേട്ടൻ നിർബന്ധിച്ച് പറഞ്ഞാൽ അവൻ അനുസരിക്കും. ഹലോ അങ്കിൾ, സുഖമാണോ? അങ്ങനെ കഴിയുന്നു. പഠിപ്പൊക്കെ എങ്ങനെയിരുന്നു മോനെ? ഓ വണ്ടർഫുൾ. യഥാർത്ഥത്തിൽ ഞാൻ പഠിക്കുകയല്ലായിരുന്നു, പഠിപ്പിക്കായിരുന്നു. അമേരിക്കയിലും ആദ്യം അവർ കരുതിയത് ഞാൻ വെറും ഒരു സാധാരണ ഇന്ത്യൻ സ്റ്റുഡന്റ് ആണെന്നാണ്. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ എന്റെ പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പാവങ്ങളായ അമേരിക്കൻ ടീച്ചേഴ്സിന് കഴിഞ്ഞില്ല. എന്നെ പോലെ ബുദ്ധിശക്തിയുള്ള ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ കണ്ടിട്ടില്ലെന്ന് അവരോട് സമ്മതിച്ചു. അപ്പോ നീ അവിടെ തകർത്തു അല്ലേ? തകർത്തു, തരിപ്പണമാക്കി. പഠിത്തം കഴിഞ്ഞപ്പോ എന്നെ അവിടുന്ന് പോരാൻ അവർ സമ്മതിച്ചില്ല. അമേരിക്കൻ ടീച്ചേഴ്സ് മുഴുവൻ പൊട്ടിക്കരയുകയായിരുന്നു. എന്തിന്?
അല്ല എന്തിനെന്ന്? അമേരിക്കയുടെ പുരോഗതിക്ക് എന്റെ തലച്ചോറ് വേണമത്രേ. ഞാൻ പറഞ്ഞു പറ്റില്ല, ജന്മനാഥം മറന്നുള്ള കളി പറ്റില്ല, ഈ തലച്ചോറ് ഇന്ത്യക്ക് വേണം. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഓ ഭയങ്കരം ഭയങ്കരം തന്നെ. സ്റ്റോപ്പ്. അതൊക്കെ ഉറപ്പിച്ചാൽ മതി. ക്രിക്കറ്റ് കളിക്കാനാണ്, പശുക്കളെ കെട്ടാനല്ല. ക്ഷമിക്കണം, എനിക്ക് ഈ കളി അത്ര വശമില്ലാത്തതുകൊണ്ടാ. ഓ, ഇത് കേട്ടാത്തൊന്നും മറ്റു കളികളൊക്കെ വലിയ വശമാണ്. അതൊന്നും പറയണ്ട. സ്കൂളിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നില്ലേ? മാധവനത് ഓർമ്മയില്ലേ? എന്താ മാധവനോ? എന്റെ ഡ്രൈവർ എന്റെ പേര് വിളിക്കുന്നു. നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ചവരല്ലേ? എന്ന് വെച്ചാൽ അപ്പനക്കറി കളിയാന്ന് വിളിക്കോ? അപ്പനൊക്കെ അച്ഛന്ന് വിളിക്കാമല്ലോ. സാറേ എന്ന് വിളിക്കണം. പിന്നെ ആര് പറഞ്ഞു ഞാൻ മാധവനാണെന്ന്? MA ധവാൻ, അതാ ഇപ്പൊ എന്റെ പേര്. ധവാൻ സാർ എന്ന് വിളിക്കണം. പേര് മാറിയ വിവരം ഞാൻ അറിഞ്ഞില്ല സാറേ. പേര് മാത്രമല്ല, അടിമുടി മാറി. ഒന്നിച്ച് പഠിച്ച കാര്യമൊന്നും ഇനി മിണ്ടരുത്. അതെനിക്ക് കുറച്ചില്ല. താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളി മേലേക്കിടയിലുള്ള ഒരു മുതലാളിയോട് എങ്ങനെ പെരുമാറുന്നോ അതേപോലെ പെരുമാറിയാ മതി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ബാറ്റിംഗ് തുടങ്ങുകയാണ്. ബൗൾ ചെയ്തോളൂ. ഇതെങ്ങോട്ടാ എറിയേണ്ടത്? ഈ കുറ്റി ലക്ഷ്യമാക്കി എറിഞ്ഞോളൂ. ഞാൻ പന്തടിച്ച് ദൂരെ പായിക്കും. ഇവിടുന്നല്ല, ഞാൻ കാണിച്ചു തരാം. ഈ കുറ്റിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ ബൗൾ ചെയ്യണം, അല്ലാതെ മാങ്ങക്കറിയുന്ന പോലെയല്ല. ദാണ്ട് ഒരു കുറ്റി താഴെ കിടക്കുന്നു. അത് 2 മതി. റെഡി? 1 2. അയ്യോ, ആരെങ്കിലും ചത്ത ഇങ്ങനെ കിടന്ന് പോവാൻ? അയ്യാ, ചത്തുകൊണ്ടിരിക്കുന്നു. ആരെ? ഞാൻ തന്നെ. ഊർജ്ജശ്വാസം വലിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാ ശംഭു. നിന്നോട് ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അതെ, ഞാൻ ഒരു ഗ്രാജുവേറ്റ് അല്ലയാ. നിന്നെ പോലെ ഇങ്ങനെ തരണ്ടാന്ന ഒരു ജോലി നമുക്ക് പറ്റുവാളിയാ. അതൊരു പ്രശ്നമാണ്. അതല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഉടുത്ത മുണ്ടയച്ച് ആ റോഡ് സൈഡ് വിരിച്ചിട്ട് ഇറക്കാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. സൂക്ഷിച്ചു പോ, സൂക്ഷിച്ചു പോ. വല്ല ലോറിയുടെ കാറിന്റെ അടിയിലേക്കാനെ കൊണ്ട് അടവാക്കല്ലേ. അയ്യാടാ. ഇത് അമേരിക്ക ഒന്നും അല്ല മോനെ. ഞാൻ പറയുന്നത് നീ ആ പെൺകൊച്ചിനെ പോയി ഒന്ന് കാണും. ഇഷ്ടപ്പെട്ടില്ലേ കെട്ടണ്ട. ഇഷ്ടപ്പെടില്ല എങ്കിൽ വാഷിംഗ്ടൺ DC-യിലും ന്യൂയോർക്ക് സിറ്റിയിലും ഞാൻ എത്രമാത്രം പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു. ഒരെണ്ണത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫാഷനബിൾ ഡോൾസ് ദേ ആർ. എടാ, നിനക്കറിയാമല്ലോ, നിന്റെ അച്ഛൻ വിപ്ലവാരിഷ്ടം വിറ്റാണ് പണക്കാരനായത്. 4 അക്ഷരം കൂട്ടി വായിക്കാൻ കഴിവില്ലായിരുന്നു. പണം ഉണ്ടായി എന്നല്ലാതെ കുടുംബവാഹത്വം ഒന്നുമില്ല. ഈ പെൺകുട്ടിയുടെ അച്ഛനെ രാജകുടുംബാംഗമാണ്. ഒത്തു കിട്ടിയാൽ നിന്റെ അച്ഛന്റെയും ഭാഗ്യം. അങ്കിൾ, ഞാൻ അമേരിക്കൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നവനാണ്. എന്നെ മരുമോനായി കിട്ടാൻ ഒന്നല്ല, ഒരു 100 രാജകുടുംബങ്ങൾ ക്യൂ നിൽക്കും. എന്നാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? അങ്കിൾ പരിഭവിക്കരുത്. നഗരം, നാഗരിക സംസ്കാരം എല്ലാം എനിക്ക് വല്ലാതെ മടുത്തുപോയി അങ്കിൾ. ഞാൻ കിട്ടുന്നെങ്കിൽ അത് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ മാത്രമായിരിക്കും. എന്നാ നീ പോയി വല്ല ആദിവാസിയും കെട്ടടാ. മുഖ്യമന്ത്രി വരെ കല്യാണത്തിന് വരും. ഈ പെൺകൊച്ച് സിറ്റിയിൽ പഠിക്കുന്നത് കൊണ്ട് അല്പം മോഡേൺ എല്ലാം ധരിക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് കോലം കെട്ടണ്ടേ? പക്ഷെ ഗ്രാമത്തിന്റെ നിഷ്കളങ്കത, ശാലീനത എല്ലാം ഒത്തിണങ്ങിയ സുന്ദരിയായ ഒരു പെൺകൊച്ചാണ് ഈ കൊച്ച്. അത് പോരാ, വേറെയും പ്രശ്നങ്ങളുണ്ട്. വേറെ എന്താണ് ആ പ്രശ്നം? അങ്കിൾ, ഞാൻ പറഞ്ഞത് എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിക്ക് വിനയം, അച്ചടക്കം, എളിമ, തനിമ ഇതൊക്കെ വേണം. അവിടെ ചെന്നൊരു 10 ദിവസം താമസിക്കും. എളിമയും തനിമയും നിനക്ക് തിരിച്ചറിയാവുന്ന നോക്ക്. അങ്കിൾ, ഞാനൊരു അമേരിക്കക്കാരനല്ലേ. ഞാനവിടെ ചെല്ലുമ്പോ തന്നെ അവൾ എന്നോട് എളിമയും തനിമയും ഒക്കെ കാണിക്കും, എന്നെ സ്വന്തമാക്കാൻ വേണ്ടി. അത് പോരാ, ദൂരെ നിന്ന് എനിക്ക് അവളെ പഠിക്കണം. എ ഡിസ്റ്റന്റ് സ്റ്റഡി ഓഫ് ഷീ ആൻഡ് ഹെർ പാരന്റ്സ്. അതിന് വഴിയുണ്ട്. ഏത് വഴി? ആൾമാറാട്ടം. ശരിക്കും ആൾമാറാട്ടം. ഡ്രൈവർ ശംഭുവും നീയും അവിടെ ചെല്ലുന്നു. നീ ഡ്രൈവറായിട്ട്, ശംഭു അമേരിക്കയിൽ നിന്നും വന്ന നീയായിട്ട്. എങ്ങനെ എങ്ങനെ എങ്ങനെ? യഥാർത്ഥത്തിലുള്ള തനിമയും എളിമയും ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടി അത് ഡ്രൈവറോട് കാണിക്കും. അതായത് നിന്നോട്. പറ്റൂല്ലെങ്കിൽ പറ, വെറുതെ ആളെ മെനക്കെടുത്തരുത്. ഐഡിയ ഇസ് നോട്ട് സോ ബാഡ്. പക്ഷേ
ഈ ആൾമാറാട്ടത്തിന്റെ കാര്യം ശംഭുവിനോട് അത്ര വിശദീകരിച്ച് പറയണ്ട. കേവലം ഒരു ഡ്രൈവർ നമ്മുടെ കുടുംബകാര്യങ്ങൾ അറിയുന്നത് ശരിയല്ലല്ലോ. അവനോട് ഞാൻ വേറെ ഇന്ത്യൻ എന്നുള്ള പറഞ്ഞോളാം. അങ്കിളത് വളരെ സിമ്പിളായി പറയാൻ കഴിയും. എന്നെ പോലെ ഒരു ബുദ്ധിജീവിയൊന്നുമല്ലോ അവൻ. മണ്ടൻ കൊണാപ്പി. ഏതായാലും അങ്കിൾ പറഞ്ഞതുപോലെ ഞാനൊന്ന് കളിച്ചു നോക്കാം. ജസ്റ്റ് ഫോർ എ ത്രിൽ. ബൈ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. മേനോൻ ചേട്ടനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ കരഞ്ഞു പറഞ്ഞിട്ട് കേൾക്കാത്തതാ അവൻ. ഈ വേഷം മാറിപ്പോണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് എളിമയും തനിമയും മനസ്സിലാക്കാനാണ് പോലും. അസല് വട്ട് തന്നെ. ഡ്രൈവറാണെന്ന് തോന്നിയാൽ ആ പെങ്കൊച്ച് ഒരു എളിമയും ഇവനോട് കാണിക്കാൻ പോകുന്നില്ല. അപ്പൊ പെണ്ണിന് വേണ്ട നിവൻ പറയില്ലേ? പെണ്ണിനെ അവൻ ഇഷ്ടപ്പെടണ്ടേ? അവനെ കണ്ടാ തന്നെ അവൾ ഒഴിഞ്ഞു മാറും. 49 ബെഡ്ഫോർഡ് പോലെ ഉണ്ട് അവന്റെ മോന്ത. പക്ഷെ ഡ്രൈവറായിട്ട് ചെന്നാ അവനെ തീരെ ശ്രദ്ധിക്കത്ത് പോലുമില്ല. വരട്ടെ, അവനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. ആ. ഓ, ആൾമാറാട്ടക്കാരി ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഫോൺ ചെയ്ത് കൃഷ്ണക്കുറുപ്പിനോട് പറയും എന്താന്ന്? ഡ്രൈവറായിട്ട് വരുന്നവനാണ് അമേരിക്കക്കാരനെന്ന്. വണ്ടി എന്തിരിച്ചിട്ടെങ്ങനെ? Idiot. Come in. അതെ ധവാൻ സാറേ, എന്നെ കൊണ്ട് ഈ വൃത്തിയായിട്ട വേഷമൊക്കെ ഇടിപ്പിക്കുന്നതിന്. പാന്റ് ഷർട്ട് വൃത്തികെട്ട വേഷമാണോ? അതെ, അത് അർഹതയില്ലാത്തവന്തായിരിക്കും അങ്ങനെയൊക്കെ തോന്നും. ധവാൻ സാർ ധരിച്ചപ്പോഴും തോന്നി. Shut up. അധികം സംസാരിക്കണ്ട. അമേരിക്കയിലുള്ളതുപോലെ ക്യാപിറ്റലിസം വന്നാലേ നിന്റെ ഒക്കെ നാവടപ്പിക്കാൻ പറ്റൂ. ആ ശരി. ഈ വേഷം മാറി അവിടെ ചെന്നാ തല്ലുവല്ലം കിട്ടും? മര്യാദക്ക് നിന്നില്ലേ കിട്ടും. ആരെന്ത് ചോദിച്ചാലും ഡോണ്ട് സ്പീക്ക്, ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. മിണ്ടരുത്, അനങ്ങരുത്, അടുക്കരുത്. ആ. ഓക്കെ? ആ. സർദാർ കൃഷ്ണക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആരെന്ന് അറിയാമോ എനിക്ക്? ഇല്ല. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ടിപ്പുവിനെ വിറപ്പിച്ചു വിട്ട രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അവകാശി. ഇംഗ്ലീഷുകാർക്കെതിരെ നേരിട്ട് പടപൊരുതിയ ആളാണ് സർദാർ കൃഷ്ണക്കുറുപ്പ്. ഭയപ്പെടണ്ട, ആക്രമിക്കാൻ വന്നതല്ല. ഇംഗ്ലീഷുകാരൻ ഇന്ത്യ വിട്ടതോടെ ഇതൊക്കെ ഉപയോഗശൂന്യമായില്ലേ? പിന്നെ ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? വീട്ടിൽ ഇരുന്ന ഇതെല്ലാം തുരുമ്പൂടി ചീത്തയായി. ഇവിടെ ആവുമ്പം വല്ലവനും തൂത്തുടച്ച് വൃത്തിയാക്കി വെക്കുമല്ലോ. വർഗീസ്, ഇവിടെ വരൂ. ഇത് ഇവിടെ ഫിക്സ് ചെയ്യണം. അടിയിൽ വലിയ അക്ഷരത്തിൽ ഡൊണേറ്റഡ് ബൈ സർദാർ കൃഷ്ണക്കുറുപ്പ് എന്ന് എഴുതി വെക്കണം. നിൽക്കൂ. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട. ജനറൽ സെക്രട്ടറി ക്ലബിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ദയവ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനിടയില്ലല്ലോ. എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊരു സമാധാനം! ആ കാട്ടുകള്ളനെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ 1000 തവണ പറഞ്ഞാണ്, കേട്ടില്ല. അനുഭവിച്ചോ? കാട്ടുകെട്ട് അവൻ ഈ ക്ലബ്ബ് പെരുവഴിയിലാക്കും. ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം താങ്കളും കോമക്കുറുപ്പും തുല്യ പ്രാധാന്യമുള്ളവരാണ്. ഒരു ഞെട്ടിൽ വിടുന്ന 2 പൂക്കൾ. അവൻ പൂവല്ല, കാളകൂട വിഷമാണ്. മക്കത്തായ നിലവിലിരിക്കുന്ന ഈ കാലത്ത്
അവൻ എന്റെ അച്ഛന്റെ, അതായത് അവന്റെ അമ്മാവന്റെ സ്വത്തുക്കൾ അടിച്ചെടുത്തവനാ. എന്നിട്ടിപ്പോ ബാക്കിയൂടെ പിടുങ്ങാൻ കേസും കള്ളപ്പെടുവാ. വാള നിങ്ങളൊക്കെ ആ കോമാളിക്കുറിപ്പിന് വളം വെച്ചു കൊടുത്തു. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. A social cancer. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. നമ്മുടെ ഈ നേതാജി ക്ലബിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സുദീർഘമാം വിധം ഒരു വർഷം ഞാനിന്ന് പിന്നിടുകയാണ്. സ്തുത്യർഹമാണോ കുംഭകോണമാണോ എന്ന് കണക്ക് നോക്കുമ്പോഴറിയാം അല്ലേ? ചില മാന്യന്മാർ മുൻപൂടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ നമ്മൾ കുറെ അനുഭവിച്ചതാണ്. നേതാജി ക്ലബ്ബ് തകരും എന്ന ഘട്ടം വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ സെക്രട്ടറി ആക്കി. നേതാജി ക്ലബ്ബ് ഇതാ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിക്കുമ്പോ മൂക്കൂത്തി വീഴാതിരുന്നാ മതി. ഇത് കണക്കുകളാണ്, സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ. നമ്മൾ പണി കഴിപ്പിച്ച മനോഹരമായ ഗസ്റ്റ് ഹൗസിന്റെ കണക്കുകളുടെ ആദ്യം നമുക്കൊന്ന് കണ്ണോടിക്കാം. ആദ്യം സിമന്റ്. സിമന്റ് കുംഭകോണം. അത് കുറുപ്പ് സാറേ, സെക്രട്ടറി കണക്ക് പറയട്ടെ പ്ലീസ്. സിമന്റ് വളരെ വില പിടിച്ചൊരു വസ്തുവാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. ഗസ്റ്റ് ഹൗസിന്റെ പണി നടക്കുന്ന കാലത്ത് സിമന്റ് എങ്ങും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഞങ്ങൾ ആരും അറിഞ്ഞേയില്ല. പിന്നെ എന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഈ സിമന്റ് ഒപ്പിച്ചെടുത്തത്. 1000 ചാക്ക് സിമന്റിന് വെറും തുച്ഛമായ 1,40,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. അത് ലാഭമാണ്. എത്ര 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 പറയുമ്പോ കേൾക്കണം. പറഞ്ഞപ്പോ കേട്ടു. 1000 ചാക്ക് സിമന്റിന് 1,40,000 രൂപ പോലും. അപ്പൊ ഒരു ചാക്കിന് എത്ര? കണക്ക് കൂട്ടി നോക്കണം. കൂട്ടി നോക്കണം. തനി കൂട്ടിയാലെന്താ? ഞാൻ പറഞ്ഞ സാറേ, ഒരു ചാക്കിന് 140 രൂപ. ഒരു ചാക്ക് സിമന്റിന് 140 രൂപ. ക്ഷാമകാലമാണെന്ന് ഓർക്കണം. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. Dear members, I am secretary of this Netaji Club. Any member shouting is a very, very nonsense. You know, cement is a very costly material. Cement not at all costly. In India, lot of cement factories there. Where? There. Shankar Cement, AC Cement, DC Cement, INGC Cement, CIGC Cement, Tata Cement, Birla Cement, Tharavam Cement everywhere. This 140 rupees for one chunk of cement is cheating. He is cheating. Kallai. My dear members, you might receive CO. I know like it. Insult. You're an idiot. I'm not an idiot, stupid. Me shut up. Shut up. I call you, sorry, kill you. ഇല്ലടാ. ഓ ജൂലെ. നീ പോടാ ജൂലെ. നീ എവിടുന്ന് വന്നടാ? നീ എവിടുന്ന് വന്നടാ? നീ ആരടാ? എന്നെ മേടിച്ചോ. നീ എന്ത് ചെയ്യും? അറിയാവനെ. ഇവരെ